ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ എടുക്കാം. അതുമാത്രമല്ല, കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഇത് നല്ലൊരു ഐറ്റം കൂടിയാണ്. ഇത് നമ്മൾ പഴുത്ത ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും കൂടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യമേ തന്നെ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചത് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ വീർത്ത് വന്നോളും. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാൾനട്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇപ്പം ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് നെയ്യിനകത്ത് നിന്ന് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചധികം പഴുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഏത്തപ്പഴമാണ് നമ്മൾക്ക് വേണ്ടത്. ഇത് ചെറുതാക്കി അരിഞ്ഞ് നമ്മൾക്ക് ഇതേ നെയ്യിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വെന്തുടഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇത് നമ്മൾക്ക് ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ള ഫില്ലിംഗ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടിക്കോളും. ഇപ്പം ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര നീരായാലും ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീരാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വറ്റി വരണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ട ബാറ്റർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ആദ്യമേ തന്നെ 1 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. 1/4 കപ്പ് പാലാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. ആദ്യമേ തന്നെ പാൽ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെച്ച് നമ്മൾക്ക് ഏകദേശം 6-7 എണ്ണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി 2 കപ്പ് ഇട്ട് കൊടുക്കാം. പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മുട്ട 2 എണ്ണം എടുക്കാം. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളവും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് ഏകദേശം ദോശ ബാറ്ററിൻ്റെ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പം വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. ദോശമാവിൻ്റെ പാകത്തിലാണ് ഇവിടെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ദോശ കോരി ഒഴിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കോരി ഒഴിക്കേണ്ടത്. ആദ്യമേ തന്നെ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് കോരി ഒഴിക്കുക. നമ്മൾ ദോശയ്ക്ക് പരത്തി കൊടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. ആ ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഒരുപാട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിത് മടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമ്മൾക്കിത് പാനിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിനകത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ആണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ചൂടോടെ തന്നെ വെച്ച് കൊടുത്ത് മടക്കുകയാണ് നല്ലത്. അപ്പം ഇതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒട്ടിയിരിക്കും. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഒട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെക്കുക. എന്നിട്ട് ഇത് മടക്കി നമ്മൾക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഫില്ലിംഗ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് കണക്കില്ല. ഇനി ഇതേപോലെ 2 സൈഡിലോട്ടും ഇത് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. അപ്പം ഏതാണ്ട് ബോക്സ് പോലെ കിട്ടും. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡെല്ലാം ഒട്ടിയിരിക്കും. ഇനി നമ്മൾക്ക് എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതായത് ഇത് ഒന്നും കൂടി മുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കും കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേറെ ചേരുവകളൊന്നും ഇതിനകത്തേക്ക് വേണ്ട. എല്ലാം കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊന്ന് നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബോക്സ് പോലെയുള്ള നമ്മളുടെ പലഹാരം ഈ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമ്മൾക്ക് നെയ്യിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നും ഇതേപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് നേരെ ഇത് നെയ്യിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. കൂടുതലുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ആക്കരുത്. ചെറിയ ഒരു തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതൊരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതേപോലെ നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തീയിനകത്ത് നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ ഈസി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. പഴത്തിൻ്റെ ഫില്ലിങ് രാത്രി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഒരുപാട് സമയം എടുക്കത്തില്ല. കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഏത്തപ്പഴമായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണിത്. മൈദപ്പൊടിയേക്കാളും ഗോതമ്പ് പൊടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് വെളിച്ചെണ്ണയിലും എടുക്കാം. നെയ്യിലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഒരുപാട് നെയ്യും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിൻ്റെ ഫില്ലിങ്ങിനകത്തോട്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് ചിലപ്പം ലീക്കായിട്ട് പുറത്തോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് വീണ്ടും ഇതേപോലെ മടക്കി തീക്കകത്ത് വെച്ച് കൊടുക്കുമ്പം അത് ലീക്കായിട്ട് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ആയാൽ മതി. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് എല്ലാം കൂടെ മാറ്റി വയ്ക്കാം. നമ്മളിതിനകത്ത് ഏലക്കാപ്പൊടിക്ക് നല്ലപോലെ ഇടുന്നതുകൊണ്ട് മുട്ടയുടെ ഫ്ലേവറൊന്നും തീരെ വരത്തില്ല. ചില കുട്ടികൾക്ക് മുട്ട കഴിക്കാൻ മടിയായിരിക്കും, ചിലർക്ക് ഏത്തപ്പഴം കഴിക്കാൻ മടിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഫില്ലിംഗ് ഒക്കെ തീരെ പുറത്തോട്ടൊന്നും വരത്തില്ല. കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം ഏത്തപ്പഴം വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്